ചില സിനിമകൾ കണ്ടു തീർന്നാലും അതിലെ ചില രംഗങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നൊരിക്കലും മാഞ്ഞു പോവുകയില്ല. മഴ നനഞ്ഞു നിൽക്കുന്ന പ്രണയം, കടലിനോട് പോരാടുന്ന ഒരു മനുഷ്യൻ, മണ്ണിന്റെ മണമുള്ള ഗ്രാമം, വാക്കുകളെക്കാൾ ശക്തിയുള്ള നിശബ്ദത, ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ അഭിനയിച്ച അഭിനേതാക്കളെയാണ് നമ്മൾ കൂടുതലും ഓർക്കാറ്. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംവിധായകനെ നമ്മൾ ചിലപ്പോൾ ഓർക്കണമെന്നില്ല. മലയാള സിനിമയിൽ ക്യാമറയെ ഒരു കവിയുടെ പേനയാക്കി മാറ്റിയ ഒരാളുണ്ടായിരുന്നു. ഓരോ ഫ്രെയിമും ഒരു ചിത്രകാരന്റെ ക്യാൻവാസ് പോലെ ഒരുക്കിയ സംവിധായകൻ. പ്രകൃതിയെയും പ്രണയത്തെയും മനുഷ്യവികാരങ്ങളെയും അത്രയും മനോഹരമായി സിനിമയിൽ പകർത്തിയ മറ്റൊരു സംവിധായകനെ കണ്ടെത്തുക പ്രയാസമാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഭരതൻ. അദ്ദേഹത്തിന്റെ സിനിമകളിൽ മഴ ഒരു കാലാവസ്ഥയല്ല, അതൊരു വികാരമാണ്. കാറ്റ് ഒരു പശ്ചാത്തലമല്ല, അത് കഥാപാത്രങ്ങളുടെ മനസ്സാണ്. നദിയും കടലും മലകളും മരങ്ങളും വെറും ലൊക്കേഷനുകളല്ല, അവ കഥ പറയുന്ന കഥാപാത്രങ്ങളാണ്. അതുകൊണ്ടാണ് ഭരതന്റെ സിനിമകൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പഴകാതെ നിൽക്കുന്നത്. പക്ഷെ ഒരു ചോദ്യം, ഒരു ചിത്രകാരൻ എങ്ങനെയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായി മാറിയത്? സിനിമ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നില്ല അദ്ദേഹം, വലിയ സിനിമാ കുടുംബത്തിൽ ജനിച്ച ആളുമല്ല. എന്നിട്ടും മലയാള സിനിമയുടെ സൗന്ദര്യ ഭാഷ തന്നെ മാറ്റി എഴുതാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു? ഇതൊരു സംവിധായകന്റെ കഥ മാത്രമല്ല, സ്വപ്നങ്ങളെ നിറങ്ങളാക്കി, നിറങ്ങളെ ദൃശ്യങ്ങളാക്കി, ദൃശ്യങ്ങളെ കവിതകളാക്കിയ ഒരു കലാകാരന്റെ ജീവിതമാണ്. 1947 കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ഭരതൻ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ചിത്രകലയോട് വലിയ താല്പര്യമായിരുന്നു. മറ്റുള്ള കുട്ടികളെല്ലാം കളിച്ചു നടക്കുമ്പോൾ ഭരതന്റെ മനസ്സിൽ നിറങ്ങളും വരകളും മാത്രമായിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള പ്രാവീണ്യം അധ്യാപകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. മുതിർന്നപ്പോൾ അദ്ദേഹം ചിത്രകലയിൽ പരിശീലനം നേടി. ആ പരിശീലനമാണ് പിന്നീട് തന്റെ സിനിമകളിലെ ഓരോ ഫ്രെയിമുകളും അത്രയ്ക്ക് മനോഹരമാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ഭരതൻ ആദ്യം സ്വപ്നം കണ്ടത് സംവിധായകനാകുക എന്നതായിരുന്നില്ല, ഒരു മികച്ച ചിത്രകാരനാകുക എന്നതായിരുന്നു. എന്നാൽ ജീവിതം അദ്ദേഹത്തെ പതുക്കെ മറ്റൊരു ലോകത്തേക്ക് നയിച്ചു. ആ ലോകത്തിന്റെ പേരാണ് സിനിമ. അന്ന് മലയാള സിനിമയിൽ പുതിയൊരു തലമുറ ഉയർന്നു വരികയായിരുന്നു. യാഥാർത്ഥ്യവും സാഹിത്യവും മനുഷ്യജീവിതവും സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു കൂട്ടം പ്രതിഭകൾ. ആ കൂട്ടത്തിൽ പിന്നീട് മലയാള സിനിമയുടെ ചരിത്രം മാറ്റിമറിച്ച 3 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു: പത്മരാജൻ, ഭരതൻ, KG ജോർജ്. മൂവരുടെയും സിനിമകൾ വ്യത്യസ്തമായിരുന്നെങ്കിലും മലയാള സിനിമയ്ക്ക് അവർ സമ്മാനിച്ച പുതിയ ഭാഷ ഇന്നും പഠന വിഷയമാണ്. ഭരതന്റെ സിനിമയിലേക്കുള്ള പ്രവേശനത്തിന് പിന്നിൽ ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ചിത്രകാരനായുള്ള കഴിവിലൂടെയായിരുന്നു. സിനിമയുടെ പോസ്റ്ററുകളും ആർട്ട് ഡിസൈനും ചെയ്തു തുടങ്ങിയ അദ്ദേഹം പിന്നീട് തിരക്കഥാകൃത്തുക്കളുമായും സംവിധായകരുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചു. ആ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുത്തുകാരനായ പത്മരാജനുമായുള്ള സൗഹൃദമായിരുന്നു. ഈ സൗഹൃദം പിന്നീട് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്നായി മാറി. ഒരു എഴുത്തുകാരന്റെ ഭാവനയും ഒരു ചിത്രകാരന്റെ ദൃശ്യബോധവും ഒന്നിച്ചു ചേർന്നപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് ഇന്നും അനശ്വരമായ നിരവധി ക്ലാസിക്കുകളായിരുന്നു. ഒരു സംവിധായകന്റെ ആദ്യ സിനിമ അയാളുടെ ഭാവിയെ നിർണ്ണയിക്കുമെന്ന് പറയാറുണ്ട്. ചിലരുടെ ആദ്യ സിനിമ വിജയിക്കും, പിന്നീട് അവർ മങ്ങിപ്പോകും. ചിലരുടെ ആദ്യ സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോകും, പിന്നീട് അവർ ചരിത്രം എഴുതും. എന്നാൽ ഭരതന്റെ കാര്യത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അദ്ദേഹം സംവിധായകനായി എത്തിയ നിമിഷം മുതൽ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ദൃശ്യഭാഷ ലഭിച്ചു. 1975 ഇറങ്ങിയ പ്രയാണമാണ് ഭരതൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. അതിന് തിരക്കഥയൊരുക്കിയതാകട്ടെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ പത്മരാജൻ. പത്മരാജൻ ഭരതൻ കൂട്ടുകെട്ടിന്റെ വലിയൊരു തുടക്കമായിരുന്നു അവിടെ കുറിക്കപ്പെട്ടത്. പത്മരാജൻ കഥ എഴുതും, ഭരതൻ അതിനെ ദൃശ്യകവിതയാക്കി മാറ്റും. അവരുടെ ചിന്തകൾ വ്യത്യസ്തമായിരുന്നെങ്കിലും കലാപരമായി അവർ പരസ്പരം പൂരകങ്ങളായിരുന്നു. ഒരു എഴുത്തുകാരൻ കഥാപാത്രങ്ങളുടെ മനസ്സിനെ എഴുതിയപ്പോൾ ആ ചിത്രകാരൻ മനസ്സിന്റെ നിറങ്ങൾ ക്യാമറയിൽ വരച്ചു. അതാണ് ഭരതന്റെ ഏറ്റവും വലിയ ശക്തി. അദ്ദേഹം ഒരിക്കലും ക്യാമറയെ ഒരു റെക്കോർഡിംഗ് ഉപകരണമാക്കി കണ്ടില്ല. ഓരോ ഫ്രെയിമും ഒരു ചിത്രമായിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. അതിനാലാണ് ഇന്നും ഭരതന്റെ സിനിമകളിൽ നിന്ന് ഏതൊരു ഫ്രെയിം അടർത്തി മാറ്റിയാൽ പോലും അത് മതിലിൽ തൂക്കാവുന്ന ഒരു ചിത്രമെന്ന് തോന്നുന്നത്. ആദ്യ ചിത്രത്തിന് ശേഷം ഭരതൻ തുടർച്ചയായി വ്യത്യസ്തമായ സിനിമകൾ പരീക്ഷിച്ചു. വാണിജ്യ വിജയത്തിനായി അദ്ദേഹം തന്റെ ശൈലി മാറ്റിയില്ല, പകരം തന്റെ ശൈലി സ്വീകരിക്കാൻ പ്രേക്ഷകരെ അദ്ദേഹം ക്ഷണിച്ചു. അതിനിടെയാണ് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു സിനിമ എത്തിയത്, രതി നിർവേദം. ഇന്നും ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ആദ്യം ഓർക്കുന്നത് അതിലെ വിവാദങ്ങളെയാണ്. പക്ഷെ ഭരതൻ ആ സിനിമയെ വെറും കാമത്തിന്റെ കഥയായി അവതരിപ്പിച്ചില്ല. കൗമാരത്തിന്റെ ആശയക്കുഴപ്പങ്ങൾ, ആദ്യ പ്രണയത്തിന്റെ തീവ്രത, നിരോധിക്കപ്പെട്ട വികാരങ്ങളുടെ മാനസിക സംഘർഷം, ഇവയെ അതീവ സൂക്ഷ്മതയോടെയും കലാപരമായ സമീപനത്തോടെയും അദ്ദേഹം അവതരിപ്പിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരമൊരു വിഷയം ഇത്രയും പക്വതയോടെ കൈകാര്യം ചെയ്യുക എന്നത് വലിയ ധൈര്യമായിരുന്നു. വിവാദങ്ങൾ ഉണ്ടായെങ്കിലും സിനിമ വിജയിച്ചു. ഇത് ഭരതനെ ധീരനായ സംവിധായകനായി അടയാളപ്പെടുത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മികവ് ലോകം തിരിച്ചറിഞ്ഞത് മറ്റൊരു സിനിമയിലൂടെയായിരുന്നു, തകര. G. ശങ്കരക്കുറുപ്പിന്റെ സാഹിത്യ ലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഈ സിനിമ മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത 3 കഥാപാത്രങ്ങളെ സമ്മാനിച്ചു. മനുഷ്യന്റെ നിഷ്കളങ്കത, പ്രണയത്തിന്റെ നിസ്സഹായത, അധികാരത്തിന്റെ ക്രൂരത, ഈ 3 വികാരങ്ങളെയും ഭരതൻ ഇത്രയും ശക്തമായി തിരശ്ശീലയിൽ അവതരിപ്പിച്ചു. ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ ചിത്രകാരന്റെ
സംവിധായകന്റെ മനസ്സ് തെളിഞ്ഞു. ഗ്രാമം ഒരു പശ്ചാത്തലമല്ല, അത് സിനിമയിലെ ഒരു ജീവിക്കുന്ന കഥാപാത്രമാണ്. മണ്ണ്, മഴ, വെയിൽ, മരങ്ങൾ, പക്ഷികളുടെ ശബ്ദം ഇവയെല്ലാം കഥയുടെ ഭാഗമാണ്. അതാണ് ഭരതന്റെ സിനിമകളെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അദ്ദേഹം സംഭാഷണങ്ങളെക്കാൾ ദൃശ്യങ്ങളിൽ വിശ്വസിച്ചു. പല രംഗങ്ങളിലും കഥാപാത്രങ്ങൾ ഒന്നും പറയുന്നില്ല, പക്ഷെ പ്രേക്ഷകർ എല്ലാം മനസ്സിലാക്കുന്നു. കാരണം സംസാരിക്കുന്നത് ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ നിരൂപകർ ഭരതനെ പലപ്പോഴും ദൃശ്യങ്ങളുടെ കവി എന്നാണ് വിശേഷിപ്പിക്കാറ്. എന്നാൽ ഭരതൻ പ്രകൃതിയുടെ സൗന്ദര്യം മാത്രം ചിത്രീകരിച്ച സംവിധായകനായിരുന്നില്ല. മനുഷ്യന്റെ ഉള്ളിലെ ഇരുട്ടും വെളിച്ചവും ഒരുപോലെ കണ്ട കലാകാരനായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു പിന്നീട് വന്ന സിനിമകളായ ചാമരം, പാളങ്ങൾ, കാറ്റത്തെ കിളിക്കൂട്, വൈശാലി, അമരം എന്നിവയെല്ലാം. ഈ സിനിമകളിലൂടെയാണ് ഭരതൻ മലയാള സിനിമയിൽ എക്കാലത്തെയും മഹാനായ സംവിധായകരുടെ നിരയിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത്. ആ സിനിമകളിൽ അദ്ദേഹം എന്താണ് പുതിയതായി ചെയ്തത്? എന്തുകൊണ്ടാണ് ഭരതന്റെ സ്ത്രീ കഥാപാത്രങ്ങൾ ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളായി വിലയിരുത്തപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഭരതന്റെ ഓരോ സിനിമയും ഇന്നും സിനിമാ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്? ഒരു സംവിധായകന്റെ പ്രതിഭ അളക്കുന്നത് അദ്ദേഹം എത്ര ഹിറ്റ് ചെയ്തു എന്നതുകൊണ്ടല്ല, കാലം എത്ര മാറിയാലും അദ്ദേഹത്തിന്റെ സിനിമകൾ എത്രത്തോളം പ്രസക്തമായി നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ആ പരീക്ഷണങ്ങളിൽ പൂർണ്ണ വിജയം നേടിയ സംവിധായകരിൽ ഒരാളാണ് ഭരതൻ. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കഥ പറയുന്നില്ല, ജീവിതമാണ് കാണിക്കുന്നത്. ഭരതന്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമായി കാണാം. മലയാള സിനിമയിൽ സ്ത്രീകളെ വെറും നായികമാരായി മാത്രം കാണിച്ചിരുന്ന കാലത്ത് സ്വന്തം തീരുമാനങ്ങളുള്ള വ്യക്തിത്വങ്ങളായി സ്ത്രീകളെ അവതരിപ്പിച്ച സംവിധായകരിൽ ഭരതൻ മുൻനിരയിലായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളിലെ സ്ത്രീകൾ ആരുടെയും നിഴലല്ല, അവർ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തിയാണ്. അതിനാലാണ് ഇന്നും ഭരതന്റെ നായികമാരെ സിനിമാ പഠനങ്ങളിൽ പ്രത്യേകമായി പരാമർശിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്ലാസിക്കുകളിലേക്ക് നോക്കാം. ചാമരം ഒരു കോളേജ് ക്യാമ്പസിനെ പശ്ചാത്തലമാക്കി പ്രണയത്തിന്റെയും സാമൂഹിക വ്യത്യാസങ്ങളുടെയും മനുഷ്യ മനസ്സിന്റെയും സങ്കീർണത അവതരിപ്പിച്ച സിനിമ. ഈ സിനിമയിൽ പ്രണയം ഒരു സന്തോഷാനുഭവമല്ല, അത് ചിലപ്പോൾ മുറിവാണ്, ചിലപ്പോൾ നഷ്ടമാണ്, ചിലപ്പോൾ ജീവിതം മുഴുവൻ പിന്തുടരുന്ന ഒരു ഓർമ്മയാണ്. ഭരതൻ ആ വികാരങ്ങളെ അത്രയും നിശബ്ദമായി അവതരിപ്പിച്ചു. പ്രേക്ഷകരാണ് കഥാപാത്രങ്ങളുടെ വേദന അനുഭവിച്ചത്. ഭരതന്റെ കരിയറിലെ ഏറ്റവും മനോഹരമായ ദൃശ്യാനുഭവങ്ങളിൽ ഒന്നാണ് വൈശാലി. പുരാണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ സിനിമയിൽ ഓരോ ഫ്രെയിമും ഒരു ചിത്രകലയാണ്. മഴ, പർവ്വതങ്ങൾ, അരുവികൾ, പ്രകൃതിയും സംഗീതവും മനുഷ്യവികാരങ്ങളും അത്ഭുതകരമായി ചേർന്ന അപൂർവ സൃഷ്ടി. ഈ സിനിമ കണ്ടാൽ ഭരതൻ ആദ്യം ഒരു ചിത്രകാരനായിരുന്നു എന്ന കാര്യം വീണ്ടും വീണ്ടും ഓർമ്മ വരും. ക്യാമറ വെറും ദൃശ്യങ്ങൾ പകർത്തുന്നില്ല, ഓരോ ഫ്രെയിമും ഒരു പെയിന്റിംഗ് ആയി മാറുന്നു. അതാണ് ഭരതന്റെ മാജിക്. പല നിരൂപകരും ഭരതന്റെ ഏറ്റവും മികച്ച ചിത്രമായി വിശേഷിപ്പിക്കുന്നത് അമരമാണ്. ഒരു മത്സ്യത്തൊഴിലാളിയായ അച്ഛന്റെയും മകളുടെയും കഥ പറഞ്ഞ ചിത്രത്തിൽ കടൽ ഒരു പശ്ചാത്തലം മാത്രമല്ല, കടൽ ചിലപ്പോഴൊക്കെ ഒരു ഭയമാണ്, കടൽ ചിലപ്പോൾ ജീവിതമാണ്. അത് ഒരു വികാരമായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി ഇന്നും അമരം ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ ആ പ്രകടനത്തിന് പിന്നിൽ കഥാപാത്രത്തെ അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു. അത് ഭരതനായിരുന്നു. ഭരതന്റെ സിനിമകളിൽ സംഗീതത്തിനും അസാധാരണമായ സ്ഥാനമുണ്ട്. ഗാനങ്ങൾ കഥയെ തടസ്സപ്പെടുത്തുന്നില്ല, കഥയുടെ ആത്മാവായി മാറുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകളിലെ പല ഗാനങ്ങളും സിനിമ അവസാനിച്ചിട്ടും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഭരതൻ ഒരിക്കലും താരങ്ങളെ സിനിമയ്ക്ക് മുകളിലായി കണ്ടില്ല. കഥയാണ് ഏറ്റവും വലിയ താരം. അതിനാലാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ മമ്മൂട്ടിയും മോഹൻലാലും നെടുമുടി വേണു മറ്റെല്ലാ അഭിനേതാക്കളും കഥാപാത്രങ്ങളായി മാത്രം ജീവിച്ചത്, സ്റ്റാറുകളായി അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ കാലത്തെ അതിജീവിച്ചു. പക്ഷേ ഭരതനെ മറ്റു മഹാനായ സംവിധായകരായ പത്മരാജൻ, KG ജോർജ്, അടൂർ ഗോപാലകൃഷ്ണൻ, G അരവിന്ദൻ എന്നിവരിൽ നിന്ന് വേർതിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? ഒരു സിനിമാ പ്രേമിയോട് നിങ്ങൾ ചോദിച്ചാൽ പത്മരാജന്റെ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഒരുപക്ഷെ അയാൾ പറയും മനുഷ്യ മനസ്സിന്റെ ഏറ്റവും സൂക്ഷ്മമായ വികാരങ്ങളെ അദ്ദേഹം എഴുതുമായിരുന്നു. KG ജോർജിന്റെ പ്രത്യേകത എന്താണ്? സമൂഹത്തെയും മനുഷ്യ മനഃശാസ്ത്രത്തെയും അതിശക്തമായി വിശകലനം ചെയ്യുന്ന സിനിമകളായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ ജീവിതത്തെ അതിന്റെ ഏറ്റവും യാഥാർത്ഥ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന സിനിമകൾ. എന്നാൽ ഭരതൻ ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: അദ്ദേഹം സിനിമയെ ഒരു ചിത്രമാക്കി. 1990കളിലും ഭരതൻ തുടർച്ചയായി സിനിമകൾ ചെയ്തിരുന്നു. മികച്ച ദൃശ്യാനുഭവങ്ങളാണ് അദ്ദേഹം ഓരോ ചിത്രത്തിലൂടെയും സമ്മാനിച്ചത്. തുടർച്ചയായി ചിത്രങ്ങൾ ചെയ്യുമ്പോഴും ഒരു ചിത്രത്തിന്റെ ഛായ മറ്റൊരു ചിത്രത്തിനുണ്ടാവരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. 2003 ജൂലൈ 30 മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടം സമ്മാനിച്ച ഒരു ദിവസം. 56-ാം വയസ്സിൽ ഭരതൻ അന്തരിച്ചു. ആ വാർത്ത സിനിമാ ലോകത്തെ മാത്രമല്ല, മലയാള സിനിമയെ സ്നേഹിച്ചിരുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകരെയും ദുഃഖത്തിലാഴ്ത്തി. കാരണം ഒരു സംവിധായകനെയല്ല, മലയാള സിനിമയുടെ സൗന്ദര്യബോധത്തെ മാറ്റിമറിച്ച ഒരു കലാകാരനെയായിരുന്നു അന്ന് നഷ്ടമായത്. ഇന്ന് ഭരതന്റെ സിനിമകൾ വീണ്ടും കാണുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയും: അദ്ദേഹം ഒരിക്കലും കാലത്തിന് വേണ്ടി സിനിമ എടുത്തില്ല, കാലത്തെ അതിജീവിക്കാൻ കഴിയുന്ന സിനിമകളാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഭരതന്റെ സിനിമകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ അത് വീണ്ടും വീണ്ടും ആരംഭിക്കുകയാണ്. ഓരോ സിനിമകളും ഓരോ ദൃശ്യാനുഭവങ്ങളായി പുനർജനിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില സിനിമകൾ കാണാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്. അങ്ങനെ അനുഭവിക്കാൻ മലയാള സിനിമ നൽകിയ ഒരു മനോഹര പേരാണ് ഭരതൻ.